കൊട്ടാരത്തിൽ കവർച്ചയോ? ശിവശിവ, എന്താ കേൾക്കുന്നേ? ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള കൊട്ടാരത്തിന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? കള്ളൻ കപ്പലിൽ തന്നെ എന്ന് തന്നെ പറയാം. അറിയണ്ടേ? എന്താണെന്നറിയണ്ടേ? ആയോ, ഇതാണ് വാർത്ത. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. നഷ്ടമായത് 2 കോടി രൂപയോളം മൂല്യമുള്ള ആഭരണങ്ങൾ. മോഷണം കിടപ്പുമുറിയിലെ ലോക്കറിൽ. ഇതാണിതാ ഇവിടെ ഈ ചിത്രം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പറയുന്നത് തിരുവനന്തപുരം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ കിടപ്പുമുറിയിലെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണങ്ങളും പുരാതന സ്വർണശേഖരവുമാണ് നഷ്ടമായത്. 2 കോടിയോളം രൂപ വിലമതിക്കുന്നതാണ് ആഭരണങ്ങൾ. 2025 നവംബറിൽ ബാംഗ്ലൂരിൽ പോകുന്നതിനു മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി അറിയുന്നത്. 2 ദിവസം മുൻപാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി DGPക്ക് പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മിബായി സ്ഥിരം ഉപയോഗിക്കുന്ന ആഭരണങ്ങളും ചിത്തിര തിരുനാൾ രാജാവ് സമ്മാനമായി നൽകിയ ആഭരണങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവയിൽ പലതും കാലപ്പഴക്കം കൊണ്ട് മൂല്യം കണക്കാക്കാനാകാത്ത അതിപുരാതന ആഭരണങ്ങളാണ്. ഒട്ടേറെ സുരക്ഷാ ജീവനക്കാരും CCTV അടക്കമുള്ള കൊട്ടാരത്തിനുള്ളിൽ പുറത്തുനിന്ന് മോഷ്ടാവ് കടക്കുക എളുപ്പമല്ല. കവർന്നതും അലമാരയിലെ ഒരു ഭാഗത്തെ സ്വർണം മാത്രമാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 12 പവൻ്റെ ആഭരണങ്ങൾ മോഷണം പോയിരുന്നു. ഇനി ഇതിൽ നഷ്ടമായവ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ്. 1, പവിഴവും മുത്തും ഇടകലർന്ന സ്വർണ്ണമാല, സ്വർണ്ണ കുഴിമിന്നുമാല 5 പവൻ്റെ. അടുത്തത് പച്ചക്കല്ല് പതിപ്പിച്ച നാഗപട കമ്മലും മാലയും പതക്കവും, ഉദ്ദേശം 8 ലക്ഷം രൂപ വില വരുന്നത്. അടുത്തത് ഇല ഡിസൈനോട് കൂടിയ മാട്ടി 2 പവൻ്റെത്. റൂബി കല്ലുകളും വജ്രവും പതിപ്പിച്ച ഒഴുക്കൻ വള 2 എണ്ണം 6 പവൻ്റെ. ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത പതക്കവും മാലയും 1 പവൻ. 1 പവൻ വീതം വരുന്ന കുതിരപ്പവൻ നാണയങ്ങൾ 5 എണ്ണം. അടുത്ത് പിച്ചി പൂമൊട്ട് ഡിസൈൻ സ്വർണ്ണപാദസരം 3 പവൻ്റെ. കറുത്ത മുത്ത് ഇടകലർന്ന പാദസരം 2 പവൻ. ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ 4 പവൻ്റെ. പിരിവള 2 എണ്ണം 3 പവൻ. ചുവപ്പ് കല്ല് പതിപ്പിച്ച കമ്മൽ. അടുത്ത് ശംഖ് പതിപ്പിച്ച പതക്കവും പിരിച്ചെയിനും 2.5 പവൻ. ഇങ്ങനെയൊക്കെയാണ് നഷ്ടമായവ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പത്രത്തിൻ്റെ വാർത്ത. താങ്ക് യു ഫോർ വാച്ചിങ്.